ശബ്ദം അല്ലാഹുവിന് മാത്രമായി കീഴ്പ്പെടുന്ന ദിവസമാകുന്നു ഖിയാമത്ത് നാള്. അന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ മനുഷ്യൻ നിൽക്കുമ്പോ മനുഷ്യന്റെ ഏക പ്രതീക്ഷയാണ് അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത്. ആകെ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ മഹ്ശറില്. അതാണ് മുഹമ്മദ് നബി. 50,000 കൊല്ലം ചുരുങ്ങിയത് മഹ്ശർ ഉണ്ടാവുന്ന മഹ്ശർ ഏറ്റവും ചുരുങ്ങിയത് 50,000 വർഷം ഉണ്ടായിരിക്കുമെന്നാണ്. ഈ 50,000 വർഷം സിറാത്ത് പാലമുണ്ട്. സ്വർഗം ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകുന്നത് മുത്തുനബിക്കായിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വന്ന് കാത്തു നിൽക്കും. ഒരിക്കൽ ഒരു സഹാബി നബിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മഹ്ശറിൽ വെച്ച് നിങ്ങളൊന്ന് കാണാൻ എവിടെയാ തെരയേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ എവിടെ നോക്കാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അവിടെ കണ്ടില്ലെങ്കിൽ അത് തൂക്കണ ഒരു സ്ഥലമുണ്ട്, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ കാണാമെന്ന് പറഞ്ഞു. അപ്പൊ ആ സഹാബി ചോദിച്ചു, അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ നോക്കണ്ടെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവിടെയും കണ്ടില്ലെങ്കിൽ ഹൗലുൽ കൗസർ എന്ന വെള്ളം മുക്കി കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവും, അവിടുന്ന് കാണാന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ചോദിച്ചു, അവിടെയും കണ്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സിറാത്ത് പാലം നടക്കുമ്പോൾ കാണാതെ പോകില്ല. എല്ലാ മനുഷ്യരും പാലത്തിന്റെ അടുക്കൽ വെച്ച് മുത്തുനബിയെ കാണും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊരു 5 മിനിറ്റ്, നമുക്കൊരു അരമണിക്കൂർ സമയം ഒരാളെ കാത്തിക്കാൻ പറ്റൂലല്ലോ. അങ്ങനത്തെ നമ്മളെ കാത്തിട്ട് 50,000 കൊല്ലം നബി തങ്ങൾ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിൽക്കുമെന്നാണ്. സിറാത്ത് പാലം 50,000 കൊല്ലാണ്. എല്ലാ അഭിപ്രായവ്യത്യാസം മാറ്റി വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവും. അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വരെ പാലത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ ഓനെ കൈച്ചിലാക്ക് റബ്ബേ, ഓനെ കൈച്ചിലാക്ക് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരേ ഒരു മനുഷ്യൻ വാപ്പ മക്കളെ അന്വേഷിക്കുക പാലം കടന്നതിന്റെ ശേഷമാണ്. ഉമ്മ മക്കളെ അന്വേഷിക്കുന്നത് പാലം കടന്നതിന്റെ ശേഷമാണ്. മക്കൾ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷമാണ്. പാലം കടക്കുന്നതിന്റെ മുമ്പ് നമ്മളെയും തിരിഞ്ഞു നോക്കി നിൽക്കുന്ന ഒരേ ഒരു മനുഷ്യൻ അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി